ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരെന്ത്? എന്യൂമറേറ്റർ. ജനസംഖ്യയിലും വിസ്തൃതിയിലും ഏറ്റവും ചെറിയ രാജ്യമെന്നറിയപ്പെടുന്നത്? വത്തിക്കാൻ സിറ്റി. 1921 ശേഷം ഇന്ത്യയിൽ ഉണ്ടായ വൻതോതിലുള്ള വളർച്ചാനിരക്കിന് വിളിക്കുന്ന പേര് എന്താണ്? ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ്. ജനസംഖ്യ വിസ്ഫോടനം ഉണ്ടാക്കാനിടയുള്ള പ്രശ്നങ്ങളെ ആദ്യമായി ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച ഇംഗ്ലീഷുകാരനായ ധനതത്വശാസ്ത്രജ്ഞൻ തോമസ് മാൽത്തൂസ്. 2000 മെയ് 11 ഇന്ത്യൻ ജനസംഖ്യ 100 കോടിയായി. 100 കോടി തികച്ച ആ കുട്ടിയുടെ പേരെന്ത്? ആസ്ത അറോറ. ലോക ജനസംഖ്യ 800 കോടി കടന്നതായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച തീയതി? 2022 നവംബർ 15. ഒരു രാജ്യത്തെ ജനനം, മരണം, വിവാഹം, വിവാഹമോചനം, ജനസംഖ്യ എന്നിവയെക്കുറിച്ചുള്ള ആധികാരിക രേഖ വൈറ്റൽ രജിസ്റ്റർ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യ. ആരെ പിന്തള്ളിയാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയത്? ചൈനയെ. ഒരു രാജ്യത്തെ ജനസംഖ്യയും അവയുടെ സവിശേഷതകളും വിശകലനം ചെയ്യുന്ന പഠനശാഖ? ഡെമോഗ്രഫി. ഇന്ത്യയിൽ ആധുനിക സെൻസ് പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ആരുടെ കാലത്താണ്? ബ്രിട്ടീഷുകാർ. ഇന്ത്യയിലെ ആദ്യത്തെ പരിപൂർണ സെൻസ് 1881 ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്? റിപ്പൺ പ്രഭു. സ്വാതന്ത്ര്യത്തിനു ശേഷമുള്ള ആദ്യത്തെ സെൻസ് ഏതു വർഷമാണ് നടന്നത്? 1951. കാനേഷുമാരി എന്ന വാക്കിന്റെ അർത്ഥം? വീടിന്റെ കണക്കെടുപ്പ്. ജനസംഖ്യാശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ജോൺ ഗ്രാന്റ്. ഇന്ത്യൻ ജനസംഖ്യ 100 കോടി തികച്ച ആസ്ത അറോറ എന്ന പെൺകുട്ടി ഏത് ആശുപത്രിയിലാണ് ജനിച്ചത്? ഡൽഹിയിലെ സഫ്ദർജംഗ്. ഐക്യരാഷ്ട്ര വികസന സമിതിയുടെ ഭരണസമിതി ലോകജനസംഖ്യ ദിനം ആചരിക്കണം എന്ന ആശയം മുന്നോട്ടുവച്ച വർഷം 1989. ഡെമോഗ്രഫി എന്ന പദം ഏതു ഭാഷയിൽ നിന്നാണ്? ഗ്രീക്ക്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ജനസംഖ്യ കൂടിയ രാജ്യം നൈജീരിയ. എന്തിനു വേണ്ടിയാണ് പുരാതന കാലത്ത് പൗരന്മാരെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ശേഖരിച്ചിരുന്നത്? പട്ടാള ആവശ്യങ്ങൾക്കും നികുതി പിരിവിനും.